ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു ശ്രീഖണ്ഡാണ്. ശ്രീഖണ്ഡ് തയ്യാറാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് ഒരു പാക്കറ്റ് തൈര്, ഏത് തൈരായാലും കുഴപ്പമില്ല, ഒരു പാക്കറ്റ് തൈര് എടുക്കണം. അത് നല്ല കനം കുറഞ്ഞ ഒരു തുണി, നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഡബിൾ മുണ്ടിൻ്റെ ഒരു പീസാണ്. അപ്പോൾ അതിലേക്ക് ഒരു പാക്കറ്റ് തൈര് അതിലൊഴിച്ചു. പിന്നെ അതിൽ വെള്ളം വാരാൻ വയ്ക്കണം. അരമണിക്കൂർ എടുക്കും ഇതിലെ വെള്ളം മുഴുവൻ വാർന്നു പോകാനായിട്ട്. ഞെക്കി പിഴിഞ്ഞെടുക്കാൻ പാടില്ല, അപ്പോൾ അതിലെ തൈരൊക്കെ പോവും പുറത്തേക്ക്. അപ്പോൾ പിഴിയായാലും മെല്ലെ 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 അങ്ങനെ ഇതാക്കിയിട്ട് ഞെക്കിയിട്ട് എടുക്കണം. പിരിച്ചിട്ട് മെല്ലെ പിരിക്കണം. ആ പിരിക്കണത് ഒത്തിരി ശക്തിയായ അതിലത്തെ തൈരൊക്കെ പുറത്തേക്ക് ചാടും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ കുറേശ്ശെ അങ്ങനെ ആക്കിയിട്ട് ഒഴിക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ വേണ്ടി വന്നു ഇതിൽ വെള്ളമൊക്കെ വാർത്തെടുക്കാനായിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കണം. ഏലക്കായ പൊടിച്ചത് വേണം. നട്ട്സ്, ബദാമോ അണ്ടിപ്പരിപ്പൊക്കെ ചെറുതാക്കി പൊടിച്ചത്, ചെറുതാക്കി കഷ്ണങ്ങളാക്കിയത് അതും വേണം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകുന്നുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഇടാം. ഇതുപോലെ ഇരിക്കും. അപ്പോൾ അത് ബാക്കി അതിൽ ചെറിയ പീസ് പറ്റി പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അത് വല്ല സ്പൂണോ കത്തിയോ എന്തെങ്കിലും വെച്ച് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഒരു പാക്കറ്റ് തൈരാക്കിയത് ഇത്ര തന്നെ ഉള്ളൂ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മടിക്കരുത്. പിന്നെ എൻ്റെ മുന്നേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. ഇത് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് അറിയിക്കണം. അപ്പോൾ ഇപ്പോൾ ഇത് തുണിയിൽ നിന്നൊക്കെ തുടച്ച് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ആ ബൗളിലേക്ക് അതിൽ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളർ ചെയ്ത് വേണമെങ്കിൽ ഇടാം. ലൈറ്റ് കളറായിട്ട്, അല്ലെങ്കിൽ കുങ്കുമപ്പൂവിൻ്റെ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അത് കളറാക്കാം. ഞാൻ വേറെ കളറൊന്നും ചേർക്കണില്ല. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഈ തൈരിൻ്റെ ബാക്കി ഭാഗത്ത് തന്നെ വെച്ചിട്ട് അതിലിടുന്നുണ്ട്. ഒരു തുള്ളി തൈര് അരിച്ചെടുത്ത വെള്ളം എടുത്തിട്ട് അതിലൊരു നുള്ള് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഏലക്കപ്പൊടി, നട്ട്സ് പൊടിച്ചത്. അപ്പോൾ മഞ്ഞൾ ഒരു നുള്ള് കലക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഫുഡ് കളറൊന്നും ചേർക്കണില്ല. കളർ ചെയ്ത് വേണമെങ്കിലാവാം. സ്ട്രോബെറി, പിസ്ത, വാനില അങ്ങനെയുള്ള പല കളറുകളും ചേർക്കുന്നുണ്ട്. ചെറുതായിട്ട് ലൈറ്റ് കളറേ വേണ്ടൂ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ആക്കിയിട്ട് ഇനി ഒരു ചെറിയൊരു ഡപ്പയിലേക്ക് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാം. ഇത് നോർത്തിലൊക്കെ ഒരു നല്ലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ശ്രീഖണ്ഡ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. ഇതിന് തണുപ്പിച്ച് കഴിക്കാം. അപ്പോൾ ഈ തൈരിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ കളയൊന്നും വേണ്ട. ആ വെള്ളം സൂക്ഷിച്ച് വയ്ക്കാം. സംഭാരമായിട്ടോ ഉപ്പിട്ടിട്ട് പച്ചമുളകൊക്കെ ഇട്ട് ഒരു സംഭാരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് ഈ ഒരു പാക്കറ്റ് തൈര് ഈ ഒരു ബൗളിലേക്കുള്ളൂ, ഈ ഒരു ഡബയിലേക്കുള്ളതുള്ളൂ അത്രയും. അപ്പം അത് ബദാം ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് അലങ്കരിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. പാകത്തിന് തണുക്കുമ്പോൾ അത് നമുക്ക് എടുത്ത് കഴിക്കാം. അതിലിട്ടിട്ടുള്ള പഞ്ചസാര ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ്, അത്രയേ വേണ്ടൂ. അതിലും കൂടുതൽ മധുരം ഇത് ചെറിയൊരു പുളിയോട് കൂടിയിട്ടുള്ളതാണിത് ശ്രീഖണ്ഡ് എന്ന് പറയുന്നത്.
അപ്പം അങ്ങനെ കഴിക്കാനാണ് കൂടുതൽ മധുരമായ അത് ഐസ്ക്രീമിൻ്റെ പോലെയാവും. അപ്പം അത്രയും മധുരം വേണ്ട, ചെറിയ പുളിയായിട്ടുള്ളൊരു മധുരം വേണ്ട. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ശ്രീഖണ്ഡ് റെഡിയായി. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻ്റ് ഇടുക. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് ഞാൻ വീണ്ടും വരാം. കണ്ടോ, ഇങ്ങനെ ഇരിക്കും ശ്രീഖണ്ഡ്, നല്ല ടേസ്റ്റാണത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കേ.